ഇപ്പോൾ കർണാടക ഷിരൂരിൽ നിന്ന് അതിനിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഗംഗാവാലി പുഴയുടെ തീരത്ത് നിർണായക തിരച്ചിൽ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് തിരച്ചിൽ കേന്ദ്രീകരിച്ചത് സുപ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന സൂചന. തത്സമയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് 24 സംഘം ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക് പോവുകയാണ്. ഷഫീദ്, ഇപ്പോൾ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നത് ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ദ്രുതഗതിയിലാണ് ഈ പരിശോധന ഇവിടെ നടക്കുന്നത്? നമുക്ക് പ്രതീക്ഷ നൽകുന്ന നിർണായകമായ വിവരങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നുണ്ടോ? ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നൊരു കാര്യം. കാരണം വളരെ ദ്രുതഗതിയിലുള്ള പരിശോധന നടക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്നു. ആദ്യത്തെ 2 ദിവസം ഉണ്ടായ ഒരു വീഴ്ച, ഒരു പോരായ്മ, അതടക്കമുള്ള കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അത് ശിരൂരിൽ നടക്കുകയാണ്. സാനിയുടെ എക്സ്കവേറ്റർ അത് എത്തിച്ചത് ഇന്ന് ഉച്ചയോടുകൂടിയാണ്. കഴിഞ്ഞ 2 മണിക്കൂറായി അത് പരിശോധന പല ഭാഗത്തായി നടക്കുകയാണ്. പ്രധാനമായും നദിയുടെ തീരത്ത്, അതായത് ഈ മലയിടിഞ്ഞ് ഈ മണ്ണിടിഞ്ഞ് അത് താഴെ റോഡും കടന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയും കടന്നിട്ടാണ് അതടക്കമുള്ള ലോറികളും ചായക്കടയും ഒക്കെയാണ് ഈ പുഴയിലേക്ക് വീണത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തേക്ക് ഒരു സംശയം അത് ഇന്നലെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുതിയ ആധുനിക സൗകര്യം വന്നൊരു സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ 60 ഫീറ്റ് ദൂരേക്ക് പോകാൻ പറ്റുന്ന സാനി എക്സ്കവേറ്റർ വന്നൊരു സാഹചര്യത്തിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്പോട്ട് മാത്രം മാർക്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം അത് നടക്കുന്നുണ്ട്. നേരത്തെ റഡാർ പരിശോധനയിലടക്കം ചില സൂചനകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് കിട്ടിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻപ് കുറേ തവണ നമ്മൾ നടത്തിയതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലും പരിശോധനയും ഒക്കെ ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ റിസൾട്ട് ഏത് വിധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം അത് ആരുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക പ്രദേശമുണ്ട്. സാനി എക്സ്കവേറ്റർ ആണത്. എക്സ്കവേറ്റർ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പോട്ട് മാത്രം, അത് നമ്മുടെ ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കര ആ സ്പോട്ട് മാത്രം നമ്മളോട് കാണിക്കും. അതായത് ഈ നദിയുടെ ഭാഗം, ഈ നദിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് ഓരോ കാര്യങ്ങളായി ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ നമുക്ക് ആ നദിയുടെ ഭാഗത്ത് കോരിയെടുക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു റിസൾട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്താണ് സംഭവം, അതല്ലെങ്കിൽ അവിടെ സംശയം തോന്നാനുള്ള കാരണമെന്ത്, അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ പുഴയിലേക്കൊക്കെ ഈ വലിയ നീളം കൈകൾ, സാനി എക്സ്കവേറ്റർ അതിങ്ങനെ പുഴയിലേക്ക് കൂടി ആ ഭാഗത്തു കൂടിയുള്ള മണ്ണ് അത് മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള പരിശോധന, തിരച്ചിൽ അത് ശിരൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്തുണ്ടാവുകയാണ്. ഈ മഴ ഇങ്ങനെ ചാറും ചെറുതായി മാറും, അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഏതായാലും അരുൺ പൂപ്പറമ്പ് കൂടി ചേരുകയാണ്. അരുൺ, നിലവിൽ ഇപ്പോൾ സൂചനകൾ സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ ഈ പ്രദേശം തന്നെ സ്ഥിരീകരിക്കാനുള്ള കാരണം ഈ റഡാർ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു, റഡാർ സിഗ്നൽ ഈ പരിശോധനയിൽ ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മലയാളി രക്ഷാപ്രവർത്തകർ പറഞ്ഞത് അവിടെ അവർ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെ അവർ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു.